അസ്സലാമലൈക്കും വലൈക്കും വറഹ്മത്തുള്ളാഹി. സ്സലാം വറഹ്മത്തുള്ളാഹി. എന്താ വിശേഷം? അൽഹംദുലില്ലാഹ് റാഹത്തന്നെ സാഹിബേ. അൽഹംദുലില്ലാഹ്, സന്തോഷം. സാർ, നമ്മുടെ കടുവപ്പാടം സ്വലാത്തിനെ കുറിച്ചിട്ട് വിപുലമായിട്ട് ജനങ്ങൾക്കിടയിൽ ഭയങ്കര നല്ല സംസാരങ്ങൾ കേൾക്കുന്നു. ഓ, പദവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സ്വലാത്ത് അതിന്റെ തുടക്ക കാലഘട്ടം അത് ഒന്ന് പറയാം. സ്വലാത്ത് ഇവിടെ 35 വർഷത്തോളമായി കയ്പമംഗലം കരീം ഹാജി അവരാണ് ഈ സ്വലാത്ത് തുടങ്ങി വെച്ചത്. പള്ളിയിൽ വെച്ച് എല്ലാ വ്യാഴാഴ്ചയും മഗ്‌രിബിന് ശേഷം നടക്കുന്ന സ്വലാത്താണ്. സാധാരണഗതിയിൽ പുരുഷന്മാർ മാത്രം പള്ളിയിൽ മഗ്‌രിബിന് ശേഷം നടക്കുന്ന സ്വലാത്താണ്. അതിലൊരു നാട്ടുകാരൊരു 10-20 ആളുകൾ ഉണ്ടാവും. പിന്നെ മുത്തഅല്ലിമീങ്ങൾ അങ്ങനെ നടന്നു വരുന്ന വർഷങ്ങളായി 30-35 വർഷമായി നടന്നു വരുന്ന സ്വലാത്താണ്. അത് പിന്നീട് നമുക്കത് പുറത്തേക്ക് ഒന്നുകൂടി വിപുലാക്കണം. കുടുംബങ്ങൾ, എല്ലാ കുടുംബങ്ങളെയും ഉൾക്കൊള്ളിക്കണം, സഹോദരിമാരും ഉമ്മമാരൊക്കെ ഉൾക്കൊള്ളിച്ച് നടത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അത് ജമാഅത്ത് കമ്മിറ്റിയായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരതിൽ വലിയ ആവേശം കാണിച്ച് വലിയ സപ്പോർട്ട് ചെയ്ത് അതിന് മുന്നിട്ടിറങ്ങി. അങ്ങനെ നമ്മളതിൻ്റെ പ്രചരണങ്ങൾ കൊടുത്ത് അങ്ങനെയാണ് തുടങ്ങിയത്. ഇപ്പോൾ 1.5 വർഷമായി സ്വലാത്ത് നടന്നുകൊണ്ടിരിക്കും. 35 വർഷം മുമ്പേ തുടങ്ങി വെച്ച സ്വലാത്താണ്. പക്ഷെ നമ്മളത് വിപുലമായിട്ട് പുറത്തേക്കാക്കിയിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇത്രയും ജനങ്ങൾ ഈ സ്വലാത്ത് മജ്‌ലിസിലേക്ക് വരാനുള്ള കാരണം അത് എന്താണ്? സ്വലാത്ത് മജ്‌ലിസിലേക്ക് ജനങ്ങൾ കൂടുതൽ വരിക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ആത്മീയതയാണ് എപ്പോഴും ആവശ്യം. ആളുകളുടെ ജീവിതം ടെൻഷന്, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ എവിടെ നിന്നാണ് ഒരു ആശ്വാസം കിട്ടുകയെന്ന് എപ്പോഴും ജനങ്ങൾ നോക്കും. ചികിത്സ ഉണ്ടാകും, അതിൻ്റെ കൂടെ ഒരു ആത്മീയമായ ഒരു ടെൻഷനില്ലാത്ത ഒരു സമാധാനത്തിൻ്റെ മജ്‌ലിസ് എല്ലാവരും ആഗ്രഹിക്കും. അതിനു വേണ്ടി എപ്പോഴും ആളുകൾ ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പരിപാടി ഇങ്ങനെ വിപുലമാക്കി പുറത്തേക്ക് വെച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ നല്ല പ്രചരണങ്ങൾ നടത്തും. ഏതിനും അധ്വാനം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എപ്പോഴും അതിൻ്റെ അനൗൺസ്മെൻറ്റ് നടക്കാറുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിൽ മറ്റു സോഷ്യൽ മീഡിയകളിൽ അതിൻ്റെ പബ്ലിസിറ്റി പോകാറുണ്ട്. എല്ലാ മാസവും വാർത്ത ന്യൂസ് വരാറുണ്ട് പത്രത്തിൽ. അതുപോലെ തന്നെ അങ്ങനെ പിന്നെ എല്ലാ ആളുകൾക്കും ഓട്ടോമാറ്റിക് കോൾ പോകുന്ന സിസ്റ്റം ഇപ്പോൾ ആയിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ, പുതിയ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ വാട്സപ്പ് മെസ്സേജുകൾ, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ആളുകളിലേക്ക് ക്ഷണം ചെല്ലുമ്പോൾ, വിവരം അറിയുമ്പോൾ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രദേശക്കാർ മാത്രമല്ല, പുറത്തുള്ള ആളുകൾ, പുറം നാട്ടിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന്, അതുപോലെ തന്നെ അങ്ങനെ പല ആളുകൾ, പല ദൂരെയുള്ള ആളുകളൊക്കെ അറിഞ്ഞവരൊക്കെ വരുന്നുണ്ട്. അത് പിന്നെ ഇത്രയും വലിയൊരു മജ്‌ലിസ് നടക്കുന്ന സാഹചര്യത്തിൽ ആളുകളുടെ ഭാഗത്തു നിന്ന് എതിർപ്പുകളോ മറ്റൊക്കെ നേരിടാറുണ്ട്. എതിർപ്പുകൾ സ്വാഭാവികമാണല്ലോ. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും എതിർപ്പുണ്ടാകും. പക്ഷെ അതിനെ നമ്മൾ മെയിൻ ചെയ്യാറില്ല. എതിർപ്പിന്റെ പിറകെ പോകാൻ നമുക്ക് സമയമല്ല. നമ്മൾ നന്മ ചെയ്യുക, അതിന് പിറകെ പോയാൽ നമ്മൾ ആ സമയം നഷ്ടപ്പെടുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഒരുപാട് നല്ലത്, ആളുകൾക്ക് ഉപകാരം കിട്ടും, പലതും ചെയ്യാനുണ്ടല്ലോ. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ നമ്മൾ മെയിൻ ചെയ്യാറില്ല. പിന്നെ അതേപോലെ തന്നെ വരുന്ന ആളുകളുടെ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ആരെങ്കിലും പറഞ്ഞതായിട്ട് അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ടാണല്ലോ ആളുകൾ വീണ്ടും വീണ്ടും കൂടി വരുന്നത്. അനുഭവങ്ങൾ പല ആളുകളും വിളിച്ചു പറയാറുണ്ട്. അവിടെ മജ്‌ലിസിൽ വന്നിരുന്ന് 1000-ലധികം വരുന്ന ആളുകൾ മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാണല്ലോ, എല്ലാവരും ആമീൻ പറയാണല്ലോ. അപ്പോൾ ആ ദുആയിന് ഇജാബത്തുണ്ട്. അത്രയും മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയല്ലേ. അതും എല്ലാവരും ഖൽബ് പൊട്ടി ദുആ ചെയ്യാണ്. അസ്മാഉൽ ഹുസ്ന കഴിഞ്ഞിട്ടൊരു ദുആ ഉണ്ട്. ആ ദുആക്ക് ആളുകൾ എല്ലാവരും അവരവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്നു വെക്കുകയാണല്ലോ. ഒരുപാട് ഫലങ്ങൾ ആളുകൾ പറഞ്ഞ, അത്ഭുതകരമായ ഫലങ്ങൾ സ്വലാത്തിൻ്റെയും അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയുടെയൊക്കെ പവറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നിന്നൊരു കുടുംബം വന്നിരുന്നു. അവർ സങ്കടം പറഞ്ഞു വന്നിട്ട്, ഒരു ചെറുപ്പക്കാരത്തി ഒരു പെണ്ണുണ്ട്, ഒരു ഉമ്മയൊക്കെ. അപ്പോൾ അവരെ ഭർത്താവ്, അത് ഉമ്മാൻ്റെ മോൻ, അവർ ഗൾഫിലാണ്. പക്ഷേ എന്തോ ഒരു വിഷയത്തിൽ ജയിലിലകപ്പെട്ടു. അപ്പോൾ ജയിലിലകപ്പെട്ട് 6 മാസമായി. ജയിലിൽ പോലീസ് പിടിച്ചു എന്നറിഞ്ഞു. പക്ഷേ ആൾ എവിടെയുള്ള ജയിലിലാണെന്നോ അതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല. അപ്പോൾ വിളിച്ചിട്ടുമില്ല. 6 മാസമായിട്ട് ആളെ പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി, പക്ഷേ ആളെക്കുറിച്ച് എവിടെയാണെന്നൊരു വിവരമില്ല. അപ്പം അങ്ങനെ ഒരു വിഷമം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നമ്മളെ മജ്‌ലിസിൽ പങ്കെടുക്കും. അങ്ങനെ അവർ പങ്കെടുത്ത്. വ്യാഴാഴ്ചയാണ് മജ്‌ലിസ് നടക്കുന്നത്. വെള്ളിയാഴ്ച ഈ ജയിലിലുള്ള ആൾ വിളിക്കുകയാണ് വീട്ടിലേക്ക്. ഇതിവിടെ ഉണ്ടായ ഒരു അനുഭവമാണ്. കഴിഞ്ഞ മാസം ആ കുടുംബം ഇവിടെ വന്നിട്ടുണ്ടായി, വലിയ സന്തോഷം പറഞ്ഞു. അപ്പോൾ വെള്ളിയാഴ്ച അവൻ വിളിക്കണം. വ്യാഴാഴ്ച നമ്മൾ മജ്‌ലിസ് കഴിഞ്ഞ് വെള്ളിയാഴ്ച അവൻ ജയിലിൽ നിന്ന് വിളിക്കണം. അള്ളാഹു തരുന്ന വലിയ ഒരു ബറക്കത്താണല്ലോ. അതുപോലെ ഈ രോഗികൾ ഉണ്ടാകാറുണ്ട്. രോഗികൾക്ക് വലിയ ഫലം കിട്ടിയ പല രോഗങ്ങളും ഉണ്ടല്ലോ ആളുകൾക്ക്. ഇന്ന് രോഗത്തിന് എവിടെയും കുറവില്ല. എല്ലാവർക്കും മക്കളില്ലാത്തവർ, 16 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് 16 വർഷമായി മക്കളില്ലാത്ത സുഹൃത്ത് വന്നിരുന്നു. അവൻ്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയാണ്. വേറെ മഞ്ചേരിയിൽ നിന്ന് 8 വർഷമായിട്ട്. അങ്ങനെ പല മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നു. മൂത്രക്കല്ലിൻ്റെ ഓപ്പറേഷൻ ഡോക്ടർമാർ വിധി എഴുതി.
അങ്ങനെ അവർ ഇവിടെ വന്ന് നമ്മളെ മജ്‌ലിസിൽ ഒരുപാട് ആളുകൾ വെള്ളം കൊണ്ടുവന്ന് വെക്കാറുണ്ട്. അതെ. ബർക്കത്തിന് അത് മന്ത്രിച്ച് അത് കുടിക്കും. അപ്പോൾ അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് വെച്ച് അവർ ആ ഓപ്പറേഷൻ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ മജ്‌ലിസിൽ പങ്കെടുത്ത് ഓപ്പറേഷൻ്റെ ഡേറ്റിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ചെക്ക് ചെയ്തപ്പോൾ മൂത്രക്കല്ല് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ എഴുത്ത് കൊടുത്തേക്കുകയും പിന്നെ അടുത്ത മജ്‌ലിസിൽ ഇവിടെ സന്തോഷത്തോടെ വരികയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് മാറ്റങ്ങളുണ്ട്. ഒരുപാട് ഫലം അത് അള്ളാഹു നൽകുന്നതാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നവരെയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒന്നും പവറല്ല. അത് അള്ളാഹു നൽകുന്ന മുഅ്മിനീങ്ങളുടെ ദുആ, അതുപോലെ തന്നെ ഇവിടെയുള്ള സ്വലാത്ത്, ദിക്ർ, അസ്മാഉൽ ഹുസ്ന, ഇതിൻ്റെയൊക്കെ ബറക്കത്താണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇജാബത്ത് നൽകുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഫലങ്ങൾ ആളുകൾക്ക് ഇതുകൊണ്ട് നേടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ വീട് വിൽക്കുന്ന ആളുകൾ, വീട് വിൽക്കാനുള്ള ആളുകൾ, കച്ചവട വസ്തുക്കൾ വിറ്റുപോകാൻ ഇങ്ങനെയൊക്കെ നിയത്താക്കി മജ്‌ലിസിൽ പങ്കെടുക്കാറുണ്ട്. എത്രയോ ആളുകളുടെ വീട് വിറ്റുപോയി, വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മുതലുകളൊക്കെ കച്ചവടമായി. അങ്ങനെ ഒരുപാട് ജോലി ഇല്ലാത്തവർ, വിദേശ രാജ്യങ്ങളിൽ ലൈസൻസ് കിട്ടാൻ, ഇങ്ങനെ പേപ്പർ വർക്കുകൾ ശരിയാകാൻ, ഇങ്ങനെ മക്കളുടെ ഇൻ്റർവ്യൂകളിൽ പാസ്സാകാൻ, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ. വിവാഹം ശരിയാകാത്തവർ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വലിയ പരിഹാരങ്ങൾ, അത്ഭുതകരമായ ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ സ്വലാത്തിലൂടെ. അതാണ് സ്വലാത്തിൻ്റെ മഹത്വം പറയേണ്ടതില്ലല്ലോ. എല്ലാറ്റിനും പരിഹാരമാണ് സ്വലാത്ത്. പിന്നെ ഉസ്താദെ, അതിൻ്റെ സമയവും തീയതിയൊക്കെ എങ്ങനെയാണ്? സ്വലാത്ത് എല്ലാ മാസവും ആദ്യത്തെ വ്യാഴാഴ്ചയാണ് നടക്കാറുള്ളത്. മഗ്‌രിബിന് ശേഷം മഗ്‌രിബ് കഴിഞ്ഞ ഉടനെ തന്നെ ഹദ്ദാദ് റാത്തീബ് ഇവിടെ മജ്‌ലിസിൽ വെച്ച് ആരംഭിക്കും. അത് കഴിയുമ്പോഴേക്ക് ആളുകൾ ഏകദേശമൊക്കെ എത്തും. അത് കഴിഞ്ഞ് നമ്മൾ സ്വലാത്ത് തുടങ്ങും. വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ 9-9:30 അതിനുള്ളിൽ പരിപാടി അവസാനിക്കുകയും ചെയ്യും. വേറെ നീട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒന്നും ഉണ്ടാകാറില്ല. സ്വലാത്ത് ദുആ അങ്ങനെയാണ് ഉണ്ടാകാറുള്ളത്. പിന്നെ വരുന്ന വഴി നമുക്ക് സ്വലാത്തിന് വരുന്ന ആളുകൾക്ക് ഈ കടുപ്പാടം പ്രദേശം, ഇത് UC കോളേജ് ഇവിടെ അടുത്ത് തന്നെ അറിയപ്പെട്ട കോളേജാണല്ലോ UC കോളേജ്. ആലുവ UC കോളേജ്, അത് ആലുവ പറവൂർ റൂട്ടിലാണ്. അപ്പോൾ ആളുകൾക്ക് അറിയാം. UC കോളേജിന് അടുത്ത് കടുപ്പാടം, മഹല്ല് കടുപ്പാടം മുസ്ലിം ജമാഅത്ത് മസ്ജിദ് ആണ്. മസ്ജിദിന്റെ കോമ്പൗണ്ടാണിത്. ഇവിടെ വെച്ചാണ് നടക്കാറുള്ളത്. ഇവിടെ അപ്പോൾ അതിനു വേണ്ടി ആളുകൾ വന്നപ്പോൾ സൗകര്യം ചെയ്തതാണ്. അത് ഈ കാണുന്ന ഏരിയ, ഈ ഗ്രൗണ്ടിലൊക്കെ ആളുകളായിരിക്കും. ഇവിടെ ഷീറ്റ് ഇട്ട് ഇപ്പോൾ കഴിഞ്ഞ ഈ 2 ആഴ്ചയായിട്ടുള്ള ഈ വർക്ക് തീർന്നിട്ട് ഇതൊക്കെ ആളുകൾ സഹായിച്ച് മഴക്കാലത്ത് ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ അങ്ങനെ ചെയ്തതാണ്. ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഉസ്താദിനെ ബന്ധപ്പെട്ട് സംഘാടകത്വം, അതിനെ കുറിച്ചിട്ട് എന്താണ്? എല്ലാവർക്കും സപ്പോർട്ടീവ് ആണോ? എങ്ങനെയാണ് ഇതിന്റെ സംഘാടകർ എന്ന് പറയുന്നത്? ഈ ജമാഅത്ത് കമ്മിറ്റിയാണ്. കടുപ്പാടം മസ്ജിദിന്റെ ജമാഅത്ത് കമ്മിറ്റി ഉണ്ട്. അവരാണ് ഇതിന്റെ സംഘാടകർ. അതിന് നേതൃത്വം കൊടുക്കുന്നതും അവര് സപ്പോർട്ട്. എവിടെയും നമുക്ക് ദീനിയായിട്ട് ഒരു ഉസ്താദിനെ കൊണ്ട് മാത്രം ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെവിടെ ചെന്നാലും അറിവുള്ള ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ അതിനെ സംഘാടനത്തിനൊക്കെ കഴിവുള്ള ഒരാൾ വന്നാലും അവിടെയുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് വേണം. തീർച്ചയായും അത് ഈ നാട്ടിൽ നിന്നും പ്രത്യേകിച്ച് എല്ലാം കൊണ്ടും പറയാം. ജമാഅത്ത് കമ്മിറ്റി അവരുടെ സപ്പോർട്ടില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ 100-110 ഇതിന് ഇത്തരം വിഷയങ്ങൾക്ക് സപ്പോർട്ടായി കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുന്നത്. അതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജമാഅത്ത് കമ്മിറ്റിയാണ് ഇതിന് മുമ്പിൽ നിൽക്കുന്നത്. അവരുടെ സപ്പോർട്ടും അവരുടെ സഹായങ്ങളുമാണ് ഇതിങ്ങനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നത്. അതോടൊപ്പം നാട്ടിലുള്ള ചെറുപ്പക്കാരായ കൂട്ടുകാരുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളെ യുവാക്കളായ കൂട്ടുകാർ, അവരാണ് ഇതിന്റെ പബ്ലിസിറ്റി കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ വളണ്ടിയർമാർ നാട്ടിൽ ചെറുപ്പക്കാരുണ്ട്. ചെറിയ മക്കളടക്കം ഭക്ഷണ പാക്കിങ് കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യുന്നത്. അതുപോലെ സ്ത്രീകളുടെ ഭാഗത്ത് സെപ്പറേറ്റ് വളണ്ടിയേഴ്സ് ഉണ്ട്. സ്ത്രീകളുടെ ഭാഗത്ത് അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു രൂപമാണ് നമ്മൾ ഇതിന് ചെയ്തത്. ചെറിയൊരു ബർക്കത്ത് വരുന്നവർക്ക് ചെറിയൊരു മധുരമല്ല, അത് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ വിപുലമായിട്ടുള്ളൊരു ഭക്ഷണമല്ല, അത് വാർഷികത്തിന് കൊടുക്കാറുണ്ട്. ഇത് സാധാരണ വരുന്ന ആളുകൾക്കൊക്കെ ചോറ് കൊടുക്കും. കറിയൊന്നും ഉണ്ടാകാറില്ല. ബർക്കത്തിനുള്ളൊരു നെയ്ച്ചോറ് കൊടുക്കും. അത് ഇത്തിരി ആളുകൾക്ക് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മാസം ഏകദേശം ഒരു 25,000 രൂപ അതിന് വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അത് ഇത്രയായിട്ട് നമുക്ക് ഓരോ ആളുകൾ സ്പോൺസറാണ്. നേരത്തെ പറഞ്ഞ ഫലം കിട്ടുന്ന ആളുകൾ മജ്‌ലിസിൽ വരും, ഇവിടെ ഭക്ഷണം കൊടുക്കാൻ നിയത്താക്കും, അവരുടെ കാര്യം നടക്കും, അവർ ഭക്ഷണം തരും. അങ്ങനെ ബുക്കിംഗ് ആണ്. ഇപ്പോഴൊക്കെ ബുക്കിംഗ് ആണ്. അടുത്ത മാസങ്ങളിലേക്കൊക്കെ നേരത്തെ ആളുകൾ ബുക്കിംഗ് ആണ് ഭക്ഷണത്തിന്റെ കാര്യം. അൽഹംദുലില്ലാഹ്. തുടക്കകാലത്ത് നമുക്ക് ചെറിയ ആശങ്കകളൊക്കെ, ചെലവുകൾ എങ്ങനെയൊക്കെ ആലോചന ഉണ്ടായിരുന്നെങ്കിലും അല്ലാഹു ഇതുവരെ പ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ, മുടക്കം വരാത്ത രീതിയിൽ സന്തോഷത്തോടെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഇത് നമ്മളെ നാടുകളിലൊക്കെ ഇങ്ങനെ നിലനിൽക്കണം. ആളുകൾക്ക് ഒരു ആശ്വാസത്തിന്റെ മജ്‌ലിസാകണം. വരും തലമുറക്ക് ഒരു വലിയ മുതൽക്കൂട്ടാവണം. അതെ. ഇത് എന്നേക്കും നിലനിൽക്കുന്ന ഒരു മജ്‌ലിസായി മാറണം. ആളുകൾക്ക് ഈ മജ്‌ലിസിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലയിടത്തു നിന്ന് ആളുകൾ വിളിക്കാറുണ്ട് ഇത് കേട്ടിട്ട്.
അങ്ങനത്തെ എല്ലാവർക്കും ഇത് ഇവിടെയുള്ള ജമാഅത്തിലെ ആളുകൾക്ക് മാത്രമല്ല, പുറത്തുള്ള ആളുകൾക്കൊക്കെ എല്ലാവരും അമുസ്ലിമീങ്ങൾ ഇതിൽ പങ്കെടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അത് ഒരു സൗഹാർദ്ദം, അവരൊരു വിശ്വാസം കൂടെയാണ്. അതിനൊന്നും നമ്മൾ തടസ്സമൊക്കെ അവർ പങ്കെടുക്കട്ടെ എന്ന് ചോദിച്ചു വന്ന് നമ്മളെ മജ്‌ലിസിൽ പങ്കെടുക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതേപോലെ നല്ല കാര്യങ്ങളിലേക്ക് ഉസ്താദിനെ എത്തിപ്പെടാനും കൂടെ ഞങ്ങൾക്ക് നിൽക്കാനും ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.